പ്രശസ്ത ചെറുകഥാകൃത്ത് സോക്രട്ടീസ് കെ വാലത്തിന്റെ ചെറുകഥയെ ആസ്പദമാക്കിയ സ്വതന്ത്ര നാടക ആവിഷ്കാരം. നാടകം കവചിതം. മൂലകഥ സോക്രട്ടീസ് കെ വാലത്ത്. സംഗീതം മിഥുൻ മലയാളം. സംഗീത നിയന്ത്രണം ലജീബ് കുന്നുംപുറത്ത്. വെളിച്ചം ധനേഷ് ഇൻവിസിബിൾ. രംഗസജ്ജീകരണം ഷിനോജ് അശോകൻ ജയരാജ്. സാങ്കേതിക സഹായം നിജിൽ ദാസ്. നാടകരചന സംവിധാനം നിഖിൽ ദാസ്. അവതരണം അലൈൻ മലയാളി സമാജം. നാടകം കവചിതം. കവചിതം കവചിതം കവചിതം. താലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? താലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കും. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കും. ചിറകടിച്ചൻ കൂട് തകരും ദേരും, ചിറകടിച്ചൻ കൂട് തകരും ദേരും, ജീവജലം തരുമോ? താലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? താലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ?
കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് സാർ. ഇവിടുത്തെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച്. സാർ, സാർ, സാർ! കൂൾ കൂൾ കൂൾ. വെള്ളം കുടിച്ചു കഴിഞ്ഞോ? പറയൂ, ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സാർ, എന്റെ പേര് മാഴ്സി. ഞാൻ മദനല്ലൂരിലെ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ് സാർ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ജെനിയെ 2 ദിവസമായിട്ട് കാണാനില്ല സാർ. പെൺകുട്ടിയല്ലേ സാറേ, എല്ലാണ്ടും കൂടെ ഒളിച്ചോടി പോയി കാണും. 2 ദിവസം കഴിയുമ്പോ താനെ തിരിച്ചു വന്നോളൂ. അങ്ങനെയല്ല സാർ. സോറി സാർ, അങ്ങനെയല്ല സാർ. അവൾ നന്നായി കഥകൾ എഴുതുമായിരുന്നു. അവളുടെ അച്ഛനെ കുറിച്ച് തന്നെ അവൾക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങൾ. ഇതെല്ലാം അവളുടെ കഥകളിലൂടെ നാട്ടുകാർ. നിങ്ങൾ വലിച്ചു നിട്ടാതെ കാര്യത്തിലേക്ക് വാ. യു കണ്ടിന്യൂ. ഇതൊന്നും ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സാർ. ഒരു കഥ പോലും പരസ്യപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. മറ്റു കുട്ടികൾ ഇതെല്ലാം എടുത്ത് വായിച്ച് എല്ലാവർക്കും പകർന്നു നൽകിയതാണ്. പക്ഷേ ഇതെല്ലാം അവളുടെ അച്ഛന്റെ ചെവിയിൽ എത്തിയപ്പോഴായിരുന്നു കോലാഹലം. ശരി, ആരാണ് അവളുടെ അച്ഛൻ? എവിടെയാണ് അവരുടെ വീട്? അയാൾ മദനല്ലൂരിലെ ഒരു കുത്തക മാംസ വ്യാപാരി. പേര് റൈസർ. കാരമുള്ളു കൊണ്ട് കുത്തി കീറി പിണ്ടുകീറിയ കാൽപാദങ്ങളും ചോരയും ചളിയും ഒലിപ്പിച്ചിറങ്ങിയ ദേഹവുമൊക്കെ ആയിട്ടാണ് അവരവിടെ വന്ന് ഇറങ്ങിയത്. നമ്മൾ അവർക്ക് കിടക്കാൻ പായയും കുടിക്കാൻ വെള്ളവും കൃഷി ചെയ്യാൻ ഭൂമിയും ഒക്കെ നൽകി. എന്നിട്ടോ എന്തുണ്ടായി? അവരൊക്കെ ഉടമകളും നമ്മളൊക്കെ അടിമകളുമായി. പോവാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. എത്ര നാൾ ഇവരെയും പേടിച്ച് നട്ടല് പണയം വെച്ച് നമ്മൾ ഈ നാട്ടിൽ കഴിയും. മടുത്തു. ഈ നാടിനപ്പുറം ലോകം അവസാനിക്കുന്നില്ല. അതിർത്തിക്കപ്പുറം വിശാലമായ ലോകമുണ്ട്. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല. അതിന് എത്ര നാളായാലും എന്റെ വരവിനായി നീ കാത്തിരിക്കണം. എത്ര സമയമായി? ഇനി ആ ചെളിപ്പൊടിയുടെ വെള്ളം കോരി ചോറ് വെച്ച് അവന്മാരുടെ അണ്ണാക്കിലോട്ട് തള്ളിക്കറ്റി പണ്ടാണ് കൊടുക്കുന്നത്. ഒന്ന് നിർത്തുന്നുണ്ട്. തേഞ്ഞു തേഞ്ഞ് തീരാറായ ചെരുപ്പിന്റെ വാറ് പോലെയാ ഇവിടുത്തെ ജീവിതം. ഏത് നിമിഷം തീരും. എന്റെ മോളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. കൂടുതൽ പഠിപ്പിക്കാൻ ഈ അപ്പനെ കൊണ്ടോട്ട് ആവേയില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും കമ്മിയിൽ ഒരു കൂലിപ്പണി അതിൽ കൂടുതലൊന്നും നമുക്ക് കിട്ടാൻ പോകില്ല. അതിനെന്തിനാ പഠിപ്പ്?
തോന്നാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ സർ, അവൾ നന്നായി കഥകൾ എഴുതുമായിരുന്നു. മാത്രമല്ല മറ്റു കുട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു അവളുടെ ഓരോ പെരുമാറ്റവും. നിങ്ങൾ ഈ കുട്ടിയെ കണ്ടതെന്നാണ് ആദ്യമായി? നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്? ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ സർ. ഇവിടുത്തെ ജോലി എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ അന്ന് തന്നെ ഞാൻ എന്റെ അമ്മയെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു സർ. നിങ്ങളുടെ ചരിത്രമല്ല ചോദിച്ചത്, നിങ്ങൾ ആദ്യമായി ആ കുട്ടിയെ കണ്ടത് എന്നാണ്, അത് പറയൂ. അത് തന്നെയാണ് സർ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെയാണ് അവളെയും അയാളെയും ഞാൻ ആദ്യമായി കാണുന്നത്. വണ്ടി പോകുമ്പോഴും അവൾ എന്നെ തന്നെ നോക്കുന്നത് പോലെയാണ് സർ എനിക്ക് തോന്നിയത്. ഒരു സ്കൂളിൽ വന്നൊരു കുട്ടിയെ ഇത്ര ബലമായി പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഉള്ളവരാരും ഒന്നും മിണ്ടിയില്ലേ? ഒരു പതിവ് കാഴ്ച പോലെയാണ് സർ എനിക്ക് തോന്നിയത്. ഞാൻ ഇതേക്കുറിച്ച് പലരോടും ചോദിച്ചു, പക്ഷേ അവരെല്ലാവരും എന്നെ നോക്കി പുച്ഛത്തോടെ ചിരിക്കാണ് സർ ഉണ്ടായത്. ഈ റേസറിന് ഈ കുട്ടിയോട് ഇത്രയധികം വിരോധം തോന്നാനുള്ള കാരണം ഈ കുട്ടി എഴുതിയ കഥകളാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ സർ. എന്തായിരുന്നു ആ കഥകളിൽ? അവൾ എഴുതുന്ന കഥകളെല്ലാം തന്നെ റേസറിനും അയാളുടെ കോക്കസിനും എതിരായിരുന്നു സർ.
അതെ സർ, മദനല്ലൂരിലെ ഒരു കുത്തക മാംസ മുതലാളി മാത്രമല്ലായിരുന്നു റൈസർ. മദനല്ലൂരിലെ എല്ലാ തെരുവുകളുടെയും കരാർ അയാൾക്കായിരുന്നു. ഏത് രാഷ്ട്രീയക്കാര് നഗരസഭ ഭരിച്ചാലും മരാമത്ത് പണിയുടെ കരാർ അയാൾ ഏറ്റെടുക്കും. ഇത്തവണയും അയാൾ കരാർ ഏറ്റെടുത്തു. മദനല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റുകൊണ്ട് നടന്നിരുന്ന ശ്രീകാലനായിരുന്നു ഇത്തവണത്തെ അയാളുടെ തുറുപ്പ് ചീട്ട്. മദനല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റുകൊണ്ട് നടന്നിരുന്ന ശ്രീകാലനായിരുന്നു ഇത്തവണത്തെ അയാളുടെ തുറുപ്പ് ചീട്ട്. ഞാൻ ശ്രീകാലൻ, പ്രൊഫസർ ശ്രീകാലൻ. പ്രൊഫസർ എന്നുള്ളത് ഞാൻ പണ്ടൊരു പാരക്കോളേജ് നടത്തിയപ്പോ അങ്ങനെ കിട്ടിയ പേരാ. പിന്നെ ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കി. ദേശീയത പൈതൃകം, പൈതൃകം ദേശീയത, അതായിരുന്നു മുദ്രാവാക്യം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ അക്കളി തിക്കളി സൂക്ഷിച്ചു. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ പിന്നെ അത് പിരിച്ചുവിട്ടു. ഇപ്പൊ മദനല്ലൂർ റെയിൽവേ സ്റ്റേഷനില് ചായ വിൽക്കുക. ഈ ചായ വിൽപ്പനയും ഒരു ദേശീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണല്ലോ. പോരാത്തതിന് ഞാനിപ്പോ ആത്മകഥയും എഴുതുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടണം സാർ, പ്ലീസ്. മിസ്റ്റർ ശ്രീകാലൻ, ഞാൻ നിനക്കൊരു അവസരം തരും. ഈ മദനല്ലൂരിലെ നഗരപിതാവാകാനുള്ള തുറുപ്പ് ചീട്ട്. മദനല്ലൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി പ്രൊഫസർ ശ്രീകാലനെ ബലൂൺ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. മദനല്ലൂരിന്റെ വികസന നായകൻ പ്രൊഫസർ ശ്രീകാലന് നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മദനല്ലൂരിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിങ്ങളിൽ ഒരുവൻ പ്രൊഫസർ ശ്രീകാലൻ ഇതാ നിങ്ങളെ അഭിസംബോധന. മദനല്ലൂർ നിവാസികളെ, ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബലൂൺ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ നല്ലവരായ സ്നേഹമതികളായ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് നിർത്തണം. നായേ, മനുഷ്യന്മാര് മുഴുവനും പാണ്ടും ചൊറിയും കുഷ്ടായിട്ട് നടക്കുമ്പോ അവന്റെ ഒടുക്കത്തൊരു വോട്ട് നാളെ ഉണ്ടോടാ ഈ നാട്ടിൽ വന്ന് വോട്ട് വയ്ക്കാൻ? പോടാ, ഇറങ്ങി പോടാ നായേ. എത്ര കാലമായി പ്രതിമകളെ പോലെ ഒന്നും മിണ്ടാതെ ജീവിച്ചു തീർക്കുന്നു. നമ്മുടെ നാട്ടിലും വേണ്ട ഒരു മാറ്റം. ഒന്ന് പ്രതികരിക്ക്, കൂടെ നിൽക്ക്. പ്രിയമുള്ളവരെ, മദനല്ലൂരിന്റെ മേയർ പ്രൊഫസർ ശ്രീകാലൻ ഇതാ ഈ വഴിത്താരകളെ പുളകമണിയിച്ചും കൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. മദനല്ലൂരിന്റെ മേയർ പ്രൊഫസർ ശ്രീകാലൻ ഇതാ ഈ വഴിത്താരകളെ പുളകമണിയിച്ചും കൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. അനുഗ്രഹിക്കുക,
ആശീർവദിക്കുക. പണത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന അധികാരികൾ അയാളുടെ കോക്കസിൽ ഉണ്ടായിരുന്നു സർ. നാണയത്തുട്ടുകൾക്ക് മുമ്പിൽ അവരെഴുതുന്നതായിരുന്നു ഇവിടുത്തെ ന്യായവും വിധിയും. ആ കുട്ടി എഴുതിയ കഥകളെല്ലാം ആദ്യം വായിച്ചിരുന്നത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? ആർക്കും പിടികൊടുക്കാത്ത അതിവിചിത്രമായ സ്വഭാവമുള്ള ഒരു കുട്ടിയും നിങ്ങളും തമ്മിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിനപ്പുറം മറ്റെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല സർ. അവൾ എനിക്ക് മാത്രമാണ് കഥകൾ വായിക്കാൻ തന്നിരുന്നത്. അവളുടെ ആ കഥയുടെ രീതിയും ഭാവവും അതെന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു സർ. അതാണ് സാർ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചത്. അതെന്താ മറ്റു ടീച്ചർമാർക്കൊന്നും കഥകൾ നൽകാതെ നിങ്ങൾക്ക് മാത്രം വായിക്കുവാൻ നൽകിയിരുന്നത്? നിങ്ങൾ എന്ന് മുതലാണ് ആ കഥകളൊക്കെ വായിച്ചു തുടങ്ങിയത്? വിശദമായി തന്നെ പറയൂ. എനിക്കെന്നല്ല സർ, ഒരാൾക്കും അവൾ കഥകൾ വായിക്കാൻ നൽകിയിരുന്നില്ല. ഒരു ദിവസം അവളുടെ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഞാൻ ഒരു കഥ കണ്ടെടുക്കുകയാണ് ഉണ്ടായത്. സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പാവക്കൂത്താടുമ്പോൾ അവസാന ബെഞ്ചിൽ അവൾ ഒറ്റയ്ക്കിരുന്നു. അവളുടെ പാഠപുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഞാൻ ഒരു കഥ കണ്ടെടുക്കുകയാണ് സാർ ഉണ്ടായത്. എന്നും മാടുകളുടെ അമർച്ച കേട്ടാണ് ഞാൻ ഉണരാറ്. അപ്പോഴൊക്കെ കത്തി മൂർച്ച കൂട്ടുന്ന ശബ്ദവും കേൾക്കാം. ചെവി പൊത്തി പുതപ്പിനടിയിൽ ഞാൻ ചുരുണ്ട കൂടി കിടക്കും. റേസർ എന്റെ അച്ഛൻ മനുഷ്യനെ മൃഗങ്ങളെ ഒരുപോലെ അറക്കുന്ന കശാപ്പുകാരൻ. ടീച്ചർ ടീച്ചർ ജെനി, എന്തൊക്കെയാ ഇത്? നീ എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത്? അതെന്റെ ആത്മകഥയാണ് ടീച്ചർ. ആത്മകഥയോ? ഇതോ? അതെ, ഒന്നും നോണയല്ല. ജെനി, പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നു, നീ എന്തിനാണ് മറ്റു കുട്ടികളിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്കിരിക്കുന്നത്? നിന്റെ വിഷമങ്ങൾ എന്താണെങ്കിലും എന്നോട് പറയൂ. ഞാനുണ്ടാവും മോളെ നിന്റെ കൂടെ എന്തിനും. ടീച്ചർക്ക് എന്റെ വിഷമം എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല ടീച്ചർ. ജെനി, ടീച്ചറെ, നാളെ അവൻ എന്നെ കൊല്ലും. കഴുത്തിനടിച്ചോ ശ്വാസം മുട്ടിച്ചോ എങ്ങനെയെങ്കിലും. അപ്പൊ ഞാനുണ്ടല്ലോ നൂല് പൊട്ടി ഒരു പട്ടം പോലെ ആകാശത്തിലേക്ക് പറന്നു വരും. എന്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ പറന്നു വരും ടീച്ചർ. ജെനി, ആ കഥ ഞാനും വായിച്ചു സർ. ഒരു സാധാരണ കുട്ടിയുടെ ഭാഷയ്ക്കും അപ്പുറമായിരുന്നു അത്. ആ കുട്ടി എഴുതിയ കഥകളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉറപ്പായും സർ. അവളുടെ ഓരോ വാക്കുകളും അതെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എഴുതിയാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് നിങ്ങൾ അവളോട് പറഞ്ഞിരുന്നില്ലേ? പറയണമെന്നുണ്ടായിരുന്നു സർ. പക്ഷേ അവളുടെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് അതിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും പറങ്കിമാവിൻ തോട്ടത്തിൽ വെച്ച് അവളുടെ അമ്മയുടെ നിലവിളി ശബ്ദം അതെന്നേക്കുമായി ഞെരിച്ചടക്കിയ ആ ഭാഗം വായിച്ചപ്പോ. അപ്പോൾ ആ കഥ വായിച്ചതിന് ശേഷം നിങ്ങൾ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു അല്ലേ? അതെ സർ. ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. എഴുത്തിലൂടെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഒലിച്ചു പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു സർ. ആ കുട്ടി പിന്നെ വേറെ കഥകളൊന്നും എഴുതിയില്ല? ഉവ്വ് സർ. അതിൽ പിന്നെ നിത്യേന എന്നോണം അവളുടെ കൈകൾ സ്റ്റാഫ് റൂമിലേക്ക് നീണ്ടു വന്നു.
അതിന്റെ അറ്റത്ത് ഒരു കഥയും ഉണ്ടായിരുന്നു. ടീച്ചർ, എങ്കിൽ നിങ്ങൾ ആ കുട്ടി എഴുതിയ ഒരു കഥയൊന്ന് പറയും. റേസറിന് ഈ കുട്ടിയോട് ഇത്രയധികം വിരോധം തോന്നാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ. ടീച്ചർ, ടീച്ചർ വിഷമുള്ള കൊതുകുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൂർഖൻ പാമ്പിന്റെ വിഷമുള്ള കൊതുകുകളെ കുറിച്ച്. മൂർഖൻ പാമ്പിന്റെ വിഷമുള്ള കൊതുകുകളോ? എന്നാൽ അവ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു മദനല്ലൂരിലേക്ക്. അവ ഇപ്പോ എത്തും, അവ ഇപ്പോ എത്തും, അവ ഇപ്പോ എത്തും. പാമ്പിന്റെ പുള്ളികളോട് കൂടിയ അതിമാരകകാരികളായ കൊതുകുകൾ നമ്മുടെ നാട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു. ആയതിനാൽ എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഇവയെ തുരത്താനുള്ള നടപടികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇവയെ കണ്ടാൽ ഓടി ഒളിക്കുക. പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നടപടികൾ സ്വയം സ്വീകരിക്കുക. മദനല്ലൂർ നിവാസികളുടെ ശ്രദ്ധയ്ക്ക്, പാമ്പിന്റെ പുള്ളികളോട് കൂടിയ അതിമാരകകാരികളായ കൊതുകുകൾ നമ്മുടെ നാട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു. ആയതിനാൽ എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഇവയെ തുരത്താനുള്ള നടപടികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ. വരണ്ടു കയറിയ ഭൂമിയുടെ മുകളിൽ സാധാരണ വള്ളികൾ പടർന്നു വന്നിരിക്കും. പ്രകാശത്തെ അവ മറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മയുടെ മേലെ അവർ തിന്മയുടെ മേഘങ്ങൾ തീർക്കും. കനിവ് ചൊരിഞ്ഞ് നീ ഞങ്ങളിൽ അവതാരമെടുത്ത് രക്ഷകണമേ, രക്ഷകണമേ. No! No! No way! It's impossible! ഇങ്ങനെയുള്ള കൊതുകുകൾ അത് ലോകത്തുണ്ടായിട്ടില്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെ ഈ നാട്ടിൽ? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത് മറ്റെന്തോ ആണ്. ഞാൻ പഠിച്ച പുസ്തകങ്ങളിൽ ഒന്നും ഞാൻ കാണാത്ത മറ്റെന്തോ. പക്ഷേ ഞാനിത് കണ്ടെത്തും. I will try. Yes, I can. ഇല്ല മോളെ, മോള് പേടിക്കണ്ട. ഈ അമ്മയുടെ കൂടെ നമ്മളിനി എന്ത് ചെയ്യാനാ? എങ്ങോട്ട് പോകാനാ? ആരോടാ ഒന്ന് പറയുക? കൊതുകുത്തി മരിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രി കിടക്കകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. കൊതുക് കയറാത്തിടങ്ങളിൽ ഇരിക്കുക. മഴയൊന്നും പെയ്താൽ ചോറ് തളിക്കുന്ന വീടുകളാ സാറേ. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ?
മദനല്ലൂർ ഗ്രാമത്തിൽ അലയടിക്കുകയാണ് റൈസർ. ഇനി അവയെ നശിപ്പിക്കാനുള്ള കരാർ ഞാൻ നിനക്ക് തരും റൈസർ. ആ കരാർ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഒറ്റ കരാർ കൊണ്ട് നമ്മൾ കോടികൾ നേടും. റൈസർ, പൊതുജന കഴുതകൾ നീ പോ. ഇത് ഞാൻ ഏറ്റു റൈസർ. നീ പോ. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുമേ. എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റും. ഈ നാടും വീടും വിട്ട് ഇനി ഞങ്ങള് എങ്ങോട്ട് പോകാനാ? ഇത്ര കാലം ഞങ്ങൾ ഇങ്ങനെ പേടിച്ച് ജീവിക്കണം. ഒരു തീർപ്പുണ്ടാക്കണം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. കൊതുകുകളെ നശിപ്പിക്കാനുള്ള കരാർ റൈസറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. 2 ആഴ്ചക്കകം എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാവും. ഇനി അതല്ല, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നടപടിയെടുക്കേണ്ടി വരും. റേസറും മേയറും നെയ്തെടുത്ത കൊതുകുകൾ മദനല്ലൂരിലെ ഓരോ ജനങ്ങളുടെ മുന്നിലേക്ക് പറന്നുയർന്ന് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം അവരുടെ പണപ്പെട്ടിയുടെ ഭാരം കൂടിക്കൊണ്ടിരുന്നു. വാക്ക് പോലും മിണ്ടാനാവാതെ മദനല്ലൂരിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. കാറ്റും കോളും വിട്ടുമാറാത്ത വെള്ളിടി വെട്ടിത്തോർന്ന രാത്രിയിൽ അയാൾ മദനല്ലൂരിലേക്ക് വന്നു. തന്റെ സത്യത്തിന്റെ മരപ്പെട്ടിയുമേന്തി അയാൾ വന്നു. എനിക്ക് നിങ്ങളോട് ചില സംസാരിക്കാനുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു കേൾക്കൂ. നിങ്ങൾ ഭയപ്പെടണ്ട. ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാമെന്ന ആളല്ല. നിങ്ങൾ ഭയപ്പെടണ്ട. ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാമെന്ന ആളല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരൂ പ്ലീസ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ കേൾക്കണം. കാതുകൾ പൂർവിച്ച് കണ്ണുകൾ തുറന്ന് കൃത്യതയോടെ കേൾക്കണം. ഞാൻ ഒരു പ്രാദേശിക പത്രത്തിന്റെ പത്രാധിപരാണ്. ഇവിടെ കുറച്ചു കാലങ്ങളായി നടക്കുന്ന അഴിമതികളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം പിന്നെ ഈ പെട്ടിക്കകത്തും ഈ കാലയളവിൽ ഇവിടെ നടന്നിട്ടുള്ള അഴിമതികളുടെ കൃത്യമായ രേഖകളാണ്. ഇത് വ്യവസായവും ടൂറിസവും ഒക്കെ പറഞ്ഞ്
ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി പാവപ്പെട്ടവരെ പറ്റിച്ചുണ്ടാക്കിയ രേഖകൾ. പിന്നെ ഇത് മദനല്ലൂരിൽ കൊതുകിളിറക്കി പേക്കൂത്ത് നടത്തിയ രേഖകൾ. നിങ്ങൾ എപ്പോഴും കൊതുകിന്റെ ഭാണ്ഡവും പേറി ചൊറിയും ചിരങ്ങും കുത്തി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ റേസറും മേയർ ശ്രീകാലം നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ കത്തിക്കൊണ്ട് കുത്തി തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് കാക്കുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? പൊരുതണം, ഒറ്റക്കെട്ടായി പൊരുതണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാനാവൂ. ഒന്നോർത്തോളം, പറയാൻ മടിക്കുന്ന നാവുകളും ഉയർത്താൻ മടിക്കുന്ന മുഷ്ടികളും അടിമത്തത്തിൻ്റെതാണ്. അറവശാലയിൽ നിന്നും കയറ്റി അയച്ച എന്റെ മാംസം കഴിച്ച് എന്റെ മകൾ ചോദിക്കുന്നു, അച്ഛൻ എപ്പോൾ വരുമെന്ന്. റീസറിന്റെ അറവശാലയിൽ നിന്നും കയറ്റി അയച്ച എന്റെ മാംസം കഴിച്ച് എന്റെ മകൾ ചോദിക്കുന്നു, അച്ഛൻ എപ്പോൾ വരുമെന്ന്.
മാസിക പത്രപ്രവർത്തകനെ കാണാതായിട്ട് ദിവസങ്ങളേറെയായി. അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അനുദിനം വർദ്ധിച്ചു വരുന്ന ഇത്തരം അക്രമങ്ങൾക്കെതിരെ പൊരുതി നിൽക്കേണ്ടതുണ്ട്. ആയതിനാൽ ആ നേരിന്റെ പക്ഷം നിന്ന ആ പത്രപ്രവർത്തകന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് പൊരുതി നിൽക്കാം. അടിക്കുന്ന കടൽത്തിര പോലെ എത്ര വേഗത്തിലാണ് മനുഷ്യർ മറന്നു പോകുന്നത്. എത്ര പെട്ടെന്നാണ് അറവു കത്തികളുടെ വാലും പേരെ ഈയാമ്പാറ്റകളെ പോലെ അവരവരിലേക്ക് ചുരുങ്ങുന്നത്. എന്താണ് അവരുടെ കൊട്ടാരങ്ങൾ തകരുക? ആരാണ് അവർക്കെതിരെ ശബ്ദമുയർത്തുക? എന്താണ് അവരുടെ കൊട്ടാരങ്ങൾ തകരുക? ആരാണ് അവർക്കെതിരെ ശബ്ദമുയർത്തുക? അപ്പോ ഞങ്ങൾ കരുതിയതുപോലെയല്ല. ശത്രുവിന്റെ നെഞ്ചു പിളർക്കാൻ പാകത്തിനുള്ള ശക്തി ഉണ്ടായിരുന്നു അവളുടെ കഥകൾക്കല്ലേ? പക്ഷേ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ കഥകൾ എഴുതും. അവളുടെ കഴിവിൽ ഞാനും വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് സാർ. റേസറിന് ഈ കുട്ടിയോട് ഇത്രയധികം വിരോധം തോന്നിയത് കാരണം എന്ത് ചെയ്തിരിക്കാനാണ്? ഒരുപക്ഷെ വീട്ടു തടങ്കലിലാക്കി കാണാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചാൽ പോരെ? പക്ഷേ ജെനിഫർ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു, കൂടുതൽ ശക്തമായ ഭാഷയിൽ, തീവ്രതയിൽ. എങ്കിൽ നിങ്ങൾ ആ കുട്ടി എഴുതിയ ഒരു കഥ കൂടി ഒന്ന് പറയൂ. റേസറിന് ഈ കുട്ടിയോടുള്ള വിരോധം എത്രമാത്രമുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമാവുകയും ചെയ്യും. അത് ഈ കേസ് അന്വേഷണത്തിന് ഗുണകരമാവുകയും ചെയ്യും. അതെ, അത് വളരെ ശരിയാണ് സാർ. ആ കുട്ടി എഴുതിയ ഒരു കഥ കൂടി കേട്ടാലേ നമുക്കൊരു കൃത്യമായ നിഗമനത്തിലെത്താൻ പറ്റും. ശരി സാർ. റേസറിന്റെ മാസമുറ ആരംഭിക്കുന്നിടത്താണ് അവളുടെ അടുത്ത കഥയുടെ തുടക്കം. മൂലക്കുരു പൊട്ടുന്നത് പോലെയാ അയാൾക്ക് തോന്നിയത്. മുൻഭാഗം രക്തത്തിൽ കുതിർന്നത് കണ്ട അയാൾ അത് മറച്ചുകൊണ്ട് മറവിലേക്ക് ഓടി. മുൻഭാഗം രക്തത്തിൽ കുതിർന്നത് കണ്ട അയാൾ അത് മറച്ചുകൊണ്ട് മറവിലേക്ക് ഓടി.
ദിവ്യഗർഭം കൊണ്ട അയാൾ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനാവാതെ വേദനയാൽ പുളഞ്ഞുകൊണ്ടേയിരുന്നു. തന്റെ പാപങ്ങൾ കൊണ്ടുണ്ടായ ദിവ്യഗർഭം കൊണ്ടയാൾ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനാവാതെ വേദനയാൽ പുളഞ്ഞുകൊണ്ടേയിരുന്നു. എന്റെ അച്ഛന്റെ സുഖപ്രസവത്തിനായി ഞാനും കാത്തിരിക്കുന്നു. എന്തൊരു വിധിയാണിത്. ഗർഭം ധരിച്ചൊരു പുരുഷനായി ഞാനിങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും. ഓർമ്മയുണ്ടോ? കത്തിയുടെ മൂർച്ചയ്ക്ക് ഈ കൊന്ന തള്ളയവൻ ജെനി ഇത് പിതൃനിന്ദയാണ്. അച്ഛൻ എങ്ങനെയുള്ളവനോ ആകട്ടെ, നിനക്ക് ഈ ലോകം ഉണ്ടായത് അദ്ദേഹത്തിലൂടെയാണ്. ഒരുപക്ഷെ ആരും ആഗ്രഹിക്കാത്ത ജീവിതം നയിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ നിയോഗമാവാം. അത് അദ്ദേഹവും വിധിയും തമ്മിലുള്ള കളിയാണ്. അതിലൊരിക്കലും മോള് പങ്കുചേർന്നുകൂടാ. ജെനി, എന്നിട്ട്
എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൾ ആ കഥ വായിലിട്ട് ചവച്ചരച്ച് തിന്നു സർ. ഈ കുട്ടി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ റേസറെ അറിയിച്ചിരുന്നോ? ഇല്ല സർ. അതിനു മുന്നേ അയാൾ എന്റെ വീട്ടിലേക്ക് വന്നു. Silent night, holy night, holy smell, and I am la la la, la la la, la la la. Marcel? നീ എത്തിയോ? എന്താ ഇത്ര നേരത്തെ? വേഗം വാ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ജെന്നിഫറിനെ കൊണ്ട് വേണ്ടാത്തത് എഴുതിക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോളം പറഞ്ഞു നിന്റെ മകളോട്. അല്ലെങ്കിൽ നിന്റെ മുന്നിലിട്ട് പച്ചയ്ക്ക് തൊലിച്ച് വെട്ടി വെട്ടി നുറുക്കി പുറത്ത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ തീറ്റിക്കും. കേട്ടോളി. നമുക്കിവിടുന്ന് പോകാം അമ്മ. ഇനി ഇവിടെ വേണ്ട. എങ്ങോട്ട്? എങ്ങോട്ട് മാർസേൽ? അല്ലേ തന്നെ നമ്മൾ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും പോകാം അമ്മ. അപ്പൊ ജെന്നി, അവൾക്ക് ആരുണ്ട്? മാർസേൽ, നിന്നെ കേൾക്കാൻ ഞാനുണ്ട്. നീ ഒന്ന് തളർന്നാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ജെന്നി, അവൾക്ക് ആരുണ്ട്? അവളെ മനസ്സിലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യർക്കും ചേക്കേറാൻ ഒരു അത്താണി വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? മാർസേ, അപ്പ മരിച്ചപ്പോഴും അമ്മ തളർന്നപ്പോഴും നീ വീണ് പോയിട്ടില്ല മാർസേ. ഇനിയും അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ. നിങ്ങൾ അവസാനമായി ആ കുട്ടിയെ കണ്ടതെന്നാ? ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴാണ് സർ ഞാൻ അവളെ അവസാനമായി കാണുന്നത്. അവൾ എഴുതിയ കഥയുമായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ കഥയും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉവ്വ് സർ. ആ കഥയാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ആ കഥയുടെ ആദ്യം എന്റെ മരണമാണ് സർ. തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് ചതവുകളോട് കൂടെയുള്ള നിഗൂഢമായ എന്റെ മരണം. അതിനുശേഷം പിന്നെ എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല സർ. എന്നിട്ട് അവൾ ജെന്നിഫർ അവൾ
എന്ത് ചെയ്തു? ഞാൻ മുഴുവനായി വായിക്കാത്ത അവളുടെ ഒരേ ഒരു കഥയാണ് സർ അത്. അവൾ ഭക്ഷിക്കാത്ത ആദ്യത്തേതും ഞാൻ ഇതവർക്ക് തിന്നാൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ അവൾ അവിടെ നിന്ന് പോയത്. അതിനുശേഷം ആ കുട്ടി സ്കൂളിൽ വന്നിട്ടില്ല. ആരും അവളെ കണ്ടിട്ടില്ല. ആരും അവളെ അന്വേഷിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല സർ. ആർക്കും തോന്നാത്ത ദണ്ഡം പിന്നെ നിനക്കെതിരാ. അതിനുശേഷം അവളെ കാണാതായതിനു ശേഷം സത്യം പറഞ്ഞ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല സർ. അവളുടെ കഥയിലെ കഥാപാത്രങ്ങൾ എനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടവളാവുന്നു. ആ മായാലോകത്തിലെ ആഴങ്ങളിൽ ദിശ അറിയാത്തൊരു സഞ്ചാരിയെ പോലെ ഞാൻ താഴ്ന്നു പോകുന്നു സർ. സത്യം പറഞ്ഞ എനിക്ക് ഭയമാണ്. അമ്മയെ കുറിച്ചോർത്ത്, ജനിയെ കുറിച്ചോർത്ത്. അപ്പോ ടീച്ചറിന് ഇപ്പൊ തോന്നിയ മാനസിക വിഭ്രാന്തിയുടെ ഫലമായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു പരാതിയുമായി ഇവിടെ എത്തിയത്? ഒരിക്കലുമല്ല. പിന്നെ നീ എന്തിനാ വന്നത്? അവളുടെ പ്രവചന സ്വഭാവമുള്ള കഥകൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷേ ആ കുട്ടി നാട്ടിൽ എവിടെയോ ഉണ്ട് സർ. അവളെ കണ്ടെത്തണം. അത് മാത്രമല്ല, 2 ദിവസമായി എന്നെ ആരൊക്കെയോ പിന്തുടർന്നത് പോലെ തോന്നുന്നു സർ. അതുകൊണ്ടാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും പോകാതെ ഞാൻ ഈ കമ്മീഷൻ ഓഫീസിൽ തന്നെ വന്നത്. അവളെ കണ്ടെത്തണം. എന്നെ എന്റെ കുടുംബത്തെയും സംരക്ഷിക്കണം സർ. പരാതി ഇതോടൊപ്പം ഉണ്ട്.
ടീച്ചറിന്റെ പരാതി ഞങ്ങളുടെ പോലെ സ്വീകരിച്ചോ അറിയോ ടീച്ചറെ? നീ എന്ത് കരുതിയടി? ഒരൊറ്റ പരാതി കൊണ്ട് ഞങ്ങളെ ഉണർത്താമെന്നോ? ഇതാണ് ടീച്ചറെ ജനാധിപത്യം. പണവും അധികാരവും കാൽ കീഴിൽ കൊണ്ടെത്തിക്കുന്ന ജനാധിപത്യം. കേട്ടോളെ, ഇനി നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. പണ്ട് എഴുത്തുകാർ വന്നു, കഥകൾ എഴുതി ഞങ്ങൾക്കെതിരെ. എന്നിട്ടെന്തുണ്ടായി? ഞങ്ങൾക്കെതിരെ ആര് ശബ്ദിച്ചാലും, അത് അച്ഛനായാലും അമ്മയായാലും മകളായാലും കൊന്നുകളയും. എന്നൊന്നും ചെയ്യരുത് സാർ. എന്റെ ടീച്ചറെ, വെരി സോറി. വേഗത്തിൽ പറകൊത്തിപ്പാടി താളത്തിൽ അവരൊന്നായി പൊന്തി ചാവേറിൻ പടയാകുന്നു. വരണ്ട് കീറിയ കരിഞ്ഞുണങ്ങിയ നാവുകളൊന്നായി പാടുന്നു. അവരൊന്നിൽ നിന്നും ചിതറുന്നു. കടലിൽ, കരയിൽ, മണ്ണിൽ, വിണ്ണിൽ വിഷവും ചീന്തി പാഞ്ഞെടുക്കും സർപ്പത്തിന്റെ പത്തിത്തുമ്പിൽ ചത്തുടങ്ങിയ മണ്ണിൽ നിന്നും അന്തക്കോലായി നീങ്ങുന്നു. അവരൊന്നിൽ നിന്നും ചിതറുന്നു. ആഴത്തിൽ നിന്നൂഴം തേടി വേഗത്തിൽ പറകൊട്ടിപ്പാടും താളത്തിൽ അവരൊന്നായി പൊന്തി ചാവേറിൻ പടയാകുന്നു. വരണ്ട് കീറിയ കരിഞ്ഞുണങ്ങിയ നാവുകളൊന്നായി പാടുന്നു. അവരൊന്നിൽ നിന്നും ചിതറുന്നു. കടലിൽ, കരയിൽ, മണ്ണിൽ, വിണ്ണിൽ വിഷവും ചീന്തി പാഞ്ഞെടുക്കും സർപ്പത്തിന്റെ പത്തിത്തുമ്പിൽ ചത്തുടങ്ങിയ മണ്ണിൽ നിന്നും അന്തക്കോലായി നീങ്ങുന്നു. അവരൊന്നിൽ നിന്നും ചിതറുന്നു.